ഇന്ത്യൻ ജനാധിപത്യം, ഇന്ത്യയുടെ ഭരണഘടന, ഇന്ത്യയുടെ ജനാധിപത്യം, ഇന്ത്യയുടെ മതനിരപേക്ഷത അവന്റെ വിരൽത്തുമ്പിലാണ്. ഇന്ത്യയിലെ കോടാനുകോടി രൂപയുടെ ആസ്തിയുള്ള ശേഷിയുള്ള മുകേഷ് അംബാനിയിലെ ഭാര്യയ്ക്ക് വിവാഹ വാർഷികത്തിൽ ഒരു ഫ്ലൈറ്റ് വാങ്ങിച്ച് ഭാര്യയ്ക്ക് കൊടുത്ത ഇന്ത്യയിലെ ഏറ്റവും വലിയ, ലോകത്തെ ഏഷ്യയിലെ ഏറ്റവും വലിയ സമ്പന്നനായ മുകേഷ് അംബാനിയിലെ മുകേഷ് അംബാനിക്കും ഈ രാജ്യത്തെ ഏറ്റവും സാധാരണപ്പെട്ടവരായിട്ടുള്ള നമ്മുടെ സംഘടനയുടെ ശക്തിയും നമ്മുടെ സംഘടനയുടെ ഹൃദയമായിട്ടുള്ള പാവപ്പെട്ട തൊഴിലാളി ഉണ്ടല്ലോ, ആ തൊഴിലാളിയുടെ വിരലിന്റെ വില അവൻ ആ ദിവസം പോയി ഇടതുപക്ഷ ജനാധിപത്യം അല്ലെങ്കിൽ ഇന്ത്യ സഖ്യത്തിന് വോട്ട് ചെയ്താൽ, പ്രിയപ്പെട്ട സഖാക്കളെ, ഈ ശതകോടീശ്വരന്റെയും നമ്മുടെയും എല്ലാം വോട്ടിനൊരേ മൂല്യമാണ്. പലപ്പോഴും നാം അത് തിരിച്ചറിയുന്നില്ല. നമ്മുടെ ചൂണ്ടുവിരൽ അത് ശക്തമാണ്, അതിന് വലിയ മൂല്യമുണ്ട്. അതുകൊണ്ട് ആ ചൂണ്ടുവിരൽ ലക്ഷോപലക്ഷത്തിന് കോടിക്കണക്കിന് വരുന്ന ആളുകൾ ഉറക്കമിളയ്ക്കാത്ത രാവുകളാകട്ടെ, ഇനി അങ്ങനെ പരിമിതമായ നിമിഷങ്ങളാണ് ഇനി തെരഞ്ഞെടുപ്പിലേക്കുള്ളത്. ഇന്ത്യയുടെ ഗതിവിഗതികൾ, ഇന്ത്യയുടെ ഭാവി, ഇന്ത്യയുടെ ഭൂതത്തെ സംബന്ധിച്ച് നമുക്കെല്ലാം അറിയാം. വർത്തമാനകാലത്ത് നാം ജീവിക്കുന്നു. ഇന്ത്യയുടെ ഭാവി എന്തായിരിക്കണം, ഇന്ത്യയുടെ ഭാവി എന്തായിരിക്കണമെന്ന് തീരുമാനിക്കുന്നത് നമ്മളാണ്. അല്ലാതെ 33% വോട്ട് വാങ്ങി പിന്നെ സഖ്യങ്ങൾ ഉണ്ടാക്കി കണ്ട ഒച്ചിനെയും പറകാലിയെയും എല്ലാം കൂട്ടി ഒരു ഭരണമുണ്ടാക്കി അതിന്റെ പ്രധാനമന്ത്രിയായിരുന്നിട്ട് ഇന്ത്യയിലെ പാവപ്പെട്ടവരെ വെല്ലുവിളിക്കുന്ന ഒരു പ്രധാനമന്ത്രിയോ വെല്ലുവിളിക്കുന്ന ഒരു സഖ്യമാണോ നമ്മുടെ രാജ്യത്ത് ആവശ്യം? ഈ രാജ്യത്തെ സാധാരണപ്പെട്ടവനെ, പാവപ്പെട്ടവനെ, തൊഴിലാളികളെ, ഇടത്തരക്കാരെ, കൃഷിക്കാരെ ചേർത്ത് പിടിക്കുന്ന, അവനെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്ന ഇന്ത്യ സഖ്യം നമ്മുടെ രാജ്യത്ത് അധികാരത്തിൽ വരുന്ന നാളുകൾ എണ്ണപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അതാണ് പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ പ്രകൃതിയാകെ നമുക്കെതിരായി നിന്നിട്ടും ഈ മഹാമാരി പോലെ പെയ്തിറങ്ങിയ ഈ മഴയത്തും തേക്കുതോട്ടിൽ നിന്നും തണ്ണിത്തോട്ടിൽ നിന്നും ഈ കിഴക്കൻ മലയോര പ്രദേശത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും നമ്മുടെ സഖാക്കൾ ഈ ചെങ്കൊടി ഉയരുന്ന നാളുകളെ സ്വപ്നം കണ്ടുകൊണ്ട് ഇവിടെ എത്തിയിട്ടുള്ള ആയിരക്കണക്കിന് ആളുകളുണ്ടല്ലോ, അവർക്കിനി സ്വപ്നം ഒന്നേ ഉള്ളൂ, ഇന്ത്യ സഖ്യം അധികാരത്തിൽ വരുന്ന നിമിഷങ്ങൾ എണ്ണി ഈ പാവപ്പെട്ടവൻ കാത്തിരിക്കുന്നു. അതാണ് നമ്മൾ കമ്മ്യൂണിസ്റ്റുകാരൻ, ഇടതുപക്ഷം, അതാണ് നമ്മുടെ പക്ഷം, ഇടതുപക്ഷം. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് സംബന്ധിച്ചല്ല ഇവർ പറയും. എന്തായാലും നമ്മുടെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് പറയാതിരിക്കാൻ വേണ്ടി കഴിയില്ല. ആരാണ് നമ്മുടെ സ്ഥാനാർത്ഥി? ആരാണ് നമ്മുടെ സ്ഥാനാർത്ഥി? പ്രധാന മൂന്ന് കക്ഷി മത്സരിക്കുന്നുണ്ട്. ഒരാൾ അനിൽ ആന്റണി, BJP സഖ്യത്തിന്റെ സ്ഥാനാർത്ഥിയാണ്. മറ്റൊരാൾ ആന്റോ ആന്റണി. ഇപ്പുറത്ത് നിൽക്കുന്നു മഹാപർവ്വതം പോലെ വിജ്ഞാനത്തിന്റെ, അറിവിന്റെ, വിനയത്തിന്റെ ആൾരൂപമായി കൊടുമുടികൾ കയറി നിൽക്കുന്ന ഒരു മനുഷ്യനുണ്ടല്ലോ, പാവപ്പെട്ട മനുഷ്യൻ, ഡോക്ടർ തോമസ് ഐസക്. വിജ്ഞാനത്തിന്റെയും അറിവിന്റെയും ആൾരൂപം എന്ന് വിശേഷിപ്പിക്കാം. ഒരുപക്ഷേ ഇന്ന് കേരളത്തിൽ മത്സരിക്കുന്ന അപൂർവം സ്ഥാനാർത്ഥികളിൽ ഇന്ത്യ ആകെ ഉറ്റുനോക്കുന്ന, ഇന്ത്യയിലെ സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർ, ഇന്ത്യയിലെ ഭരണപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആളുകളെല്ലാം ഏറ്റവും അധികം ശ്രദ്ധിക്കുന്നത് പത്തനംതിട്ടയിലെ റിസൾട്ടാണ്. പത്തനംതിട്ടയിൽ തോമസ് ഐസക്കിന്റെ റിസൾട്ടാണ്. ഞാൻ ഉറപ്പായി പറയുന്നു, അവരെല്ലാം ഇന്ത്യ ആഗ്രഹിക്കുന്നു. ഇന്ത്യയുടെ ജനാധിപത്യത്തിന്റെ ശ്രീകോവിൽ എന്ന് വിശേഷിപ്പിക്കുന്ന ഇന്ത്യയുടെ പാർലമെന്റ് ഉണ്ടല്ലോ, ആ പാർലമെന്റ് ഇനി സമ്മേളിക്കുമ്പോ ആ പാർലമെന്റിൽ അതിന്റെ ചവിട്ടുപടി കയറിപ്പോയി ഈ മലയോര പ്രദേശത്തിന്റെ ദുഃഖങ്ങൾ, പ്രയാസങ്ങൾ, ആവലാതികൾ, പരാതികളെല്ലാം പറയാൻ, നമുക്ക് വേണ്ടി വാദിക്കാൻ, നമുക്ക് വേണ്ടി സംസാരിക്കാൻ ഒരു മനുഷ്യൻ നമ്മുടെ പാർലമെന്റിലേക്ക് പോകുന്ന ഒരു സ്വപ്നമാണ് നമ്മുടെ മനസ്സിലുള്ളത്. അദ്ദേഹത്തിന് സ്വത്തുക്കളില്ല. പ്രിയപ്പെട്ട സഖാക്കളെ, നമ്മളാകെ പ്രതീക്ഷിച്ചിരുന്ന ഇന്ത്യയിലെ BJPയുടെയും സംഘപരിവാറിന്റെയും പേടി സ്വപ്നമായിട്ടുള്ള ഇന്ത്യ കണ്ട ഝാൻസി റാണി എന്ന് വിശേഷിപ്പിക്കാവുന്ന ബ്രിട്ടീഷുകാരനെതിരായിട്ടുള്ള പോരാട്ടങ്ങളിൽ സ്വന്തം കുഞ്ഞിനെ മാറാപ്പിലിട്ടുകൊണ്ട് ബ്രിട്ടീഷിന്റെ ചേറ്റുപട്ടാളത്തിനെതിരെ യുദ്ധം ചെയ്ത ഇന്ത്യയുടെ ത്രസിപ്പിക്കുന്ന വനിതയായിട്ടുള്ള ഝാൻസി റാണിയെ പോലെ ഇന്ത്യയുടെ BJPയുടെ സംഘപരിവാറിന്റെ ദാക്ഷ്യത്തിനും അഹങ്കാരത്തിനും എല്ലാമെതിരായി പോരടിച്ചുകൊണ്ട് ഇന്ത്യയിലെ എല്ലാ സമരഭൂമികളിലും, ഇന്ത്യയിലെ എല്ലാ പോരാട്ട ഭൂമികളിലും, ഇന്ത്യയിലെ പോരാട്ട ഭൂമികളിൽ ആവേശത്തിന്റെ കരുത്തിന്റെ പ്രതീകമായി സ്ത്രീകളുടെ
ആക്രമിക്കുന്നിടത്ത്, മതന്യൂനപക്ഷങ്ങളെ ആക്രമിക്കുന്നിടത്ത്, മതന്യൂനപക്ഷങ്ങൾക്ക് നേരെ കൊലവിളി ഉയർത്തുന്നിടത്ത് നിർഭയായി നിർനിമേക്ഷയായി ഇന്ത്യയുടെ ഈ പോരാട്ടത്തിന് ആവേശം പകർന്നുകൊണ്ട് നിൽക്കുന്ന വൃന്ദ കാരാട്ട് എന്ന് പറയുന്ന ഇന്ത്യയുടെ ആത്മാഭിമാനത്തിന്റെ പ്രതീകം, തൊഴിലാളി വർഗത്തിന്റെ നേതാവ്, പ്രിയപ്പെട്ടവരെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു. നമുക്കൊന്നായി മുദ്രാവാക്യം വിളിച്ച് കൈയടിച്ച് പ്രിയപ്പെട്ട സഖാവിനെ സ്വീകരിക്കാം. ഇൻക്വിലാബ് സിന്ദാബാദ്, ഇൻക്വിലാബ് സിന്ദാബാദ്, വൃന്ദ കാരാട്ട് സിന്ദാബാദ്, ഇന്ത്യ സഖ്യം സിന്ദാബാദ്, ഇന്ത്യ സഖ്യം സിന്ദാബാദ്. അഭിവാദ്യങ്ങൾ, അഭിവാദ്യങ്ങൾ, ആയിരം ആയിരം അഭിവാദ്യങ്ങൾ, വൃന്ദ കാരാട്ടിൽ അഭിവാദ്യങ്ങൾ. ആദ്യമായി നമ്മുടെ ഈ ഗ്രാമത്തിൽ എത്തിച്ചേർന്ന, ഈ മലയോര മണ്ണിൽ എത്തിച്ചേർന്ന നമ്മുടെ പ്രിയങ്കരിയായ പോളിറ്റ് ബ്യൂറോ അംഗവും ഇന്ത്യ സഖ്യത്തിന്റെ ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖ നേതാവുമായിട്ടുള്ള വൃന്ദ കാരാട്ടിനെ, ഈ ഗ്രാമത്തിന്റെ പിതാവ് PR പ്രമോദ് വളരെ സന്തോഷത്തോടു കൂടി ആ സഖാവിനെ സ്വീകരിക്കുന്നു. അടുത്തായി CPM-ന്റെ ഏരിയ കമ്മിറ്റിയുടെ സെക്രട്ടറി LDF-ന്റെ പേരിൽ MS രാജേന്ദ്രൻ സ്വീകരിക്കും. നമ്മുടെ മലയോര പ്രദേശത്തിന്റെ ഏറ്റവും വലിയ സ്നേഹം ഏലക്ക. നമ്മുടെ പാവപ്പെട്ട ഗവിയിലെ പാവപ്പെട്ട തൊഴിലാളികൾ അവർ അധ്വാനിച്ചുണ്ടാക്കിയ ഏലക്ക നമ്മുടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വൃന്ദ കാരാട്ട് സമ്മാനിക്കുന്നു. ഈ വൃന്ദ കാരാട്ട് സായം സന്ധ്യ അടുത്തു. അടുത്തൊരു പ്രോഗ്രാം കൂടി സഖാവിന് പങ്കെടുക്കണം. ഈ മലയോര പ്രദേശത്തേക്ക് ഈ നമ്മുടെ പോരാട്ടങ്ങൾക്ക് കരുത്തു പകരാൻ എത്തിച്ചേർന്ന, നമുക്ക് ഊർജം പകരാൻ എത്തിച്ചേർന്ന പ്രിയപ്പെട്ട വൃന്ദ കാരാട്ടിനെ ഏറെ ആദരവോടെ മലയോരത്തിന്റെ എല്ലാ സ്നേഹാദരവങ്ങളും അർപ്പിച്ചുകൊണ്ട് വളരെ സ്നേഹത്തോടു കൂടി ഈ യോഗത്തെ അഭിവാദ്യം ചെയ്യാൻ വളരെ സ്നേഹത്തോടെ ആദരവോടെ ക്ഷണിച്ചോളൂ. Dear Comrade MS Rajendran, President of this wonderful Sabha, Comrade Jinesh Kumar, respected MLA, Comrade Gopinathan, CPI leader, Mohanji, Ajay Kumarji, all my sisters on the dais, all the LDF leaders, Comrade Raju Abraham, our party leader, Priya Pata Sahodari Sahodaran Mare, Namaskaram. I'm so happy to be here today to join you to ensure the victory of our candidate for the Pathanamthitta constituency, Comrade Thomas Isaac. പ്രിയപ്പെട്ട അധ്യക്ഷൻ സഖാവ് MS രാജേന്ദ്രൻ, വേദിയിൽ ഉപവിഷ്ടരായിട്ടുള്ള MLA ജിനീഷ് കുമാർ, ശ്രീ രാജു അബ്രഹാം അടക്കം പ്രിയപ്പെട്ട സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഈ പോരാട്ടത്തിൽ ഡോക്ടർ തോമസ് ഐസക്കിൻ്റെ വിജയം ഉറപ്പിക്കുന്ന ഈ പോരാട്ടത്തിന്റെ ഭാഗമായി ഇവിടെ എത്തി നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട്. And I especially want to greet all the sisters that I see here today. ധാരാളം സഹോദരിമാർ ഇവിടെ എത്തിയിട്ടുണ്ട്. അവരെ കണ്ടതിലുള്ള സന്തോഷം കൂടി പങ്കുവയ്ക്കുന്നു. Because wherever I go in Kerala, I see in the meetings
so many women who are present. And I especially appreciate it because I know that women have so many other responsibilities. And when you come with the LDF flag, then we all know nobody can defeat the LDF. LDF will win because of this strong support of the women of Kerala. കേരളത്തിലെ യോഗങ്ങളുടെ എല്ലാം പ്രത്യേകത അതിൻ്റെ സ്ത്രീ പങ്കാളിത്തം കൊണ്ട് തന്നെയാണ്. ഇവിടെയും ധാരാളം സ്ത്രീകൾ എത്തിയിട്ടുണ്ട്. സ്ത്രീകൾ ഇത്തരം യോഗത്തിലേക്ക് എത്തുമ്പോൾ അത് മുന്നോട്ട് വെക്കുന്ന ഒരു സന്ദേശം LDFിൻ്റെ വിജയത്തെ സംബന്ധിച്ചിടത്തോളമാണ്. അവർക്ക് ധാരാളം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി കഴിയും, ഇടപെടാൻ വേണ്ടി കഴിയും. അതുകൊണ്ട് തന്നെ LDFിൻ്റെ വിജയം സ്ത്രീകളുടെ പങ്കാളിത്തം കൊണ്ട് തന്നെ സുനിശ്ചിതമാണ്. So I thank you for coming in spite of the rain. My dear brothers and sisters and comrades, today our General Secretary Comrade Sitaram had to write a letter to the Election Commission to demand action against the Prime Minister of India for the hate speeches he made in Batswara in Rajasthan, where he abused the minority community in the most communal language possible. നമ്മുടെ പ്രിയപ്പെട്ട ജനറൽ സെക്രട്ടറി സഖാവ് സീതാറാം യെച്ചൂരി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോലീസിനും ഒരു പരാതി നൽകി. രാജസ്ഥാനിലെ ബൻസ്വാരയിൽ ഏറ്റവും വിഷലിപ്തമായ പ്രസംഗം ഇന്ത്യയുടെ പ്രധാനമന്ത്രി നടത്തിയതിനെ സംബന്ധിച്ചാണ് ആ പരാതി നൽകിയത്. And we had to file a police complaint in both Delhi and Jaipur demanding to file an FIR against the Prime Minister of India. ജയ്പൂരിലും ഡൽഹിയിലും ഞങ്ങൾ ഒരു പോലീസ് കംപ്ലൈന്റ് നൽകിയിട്ടുണ്ട്. പ്രധാനമന്ത്രിക്കെതിരെ FIR രജിസ്റ്റർ ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ആ പരാതികൾ. I think this speech of the Prime Minister is symbolic of what has been happening for the last 10 years. കഴിഞ്ഞ 10 വർഷക്കാലമായി നമ്മുടെ രാജ്യത്ത് എന്ത് നടക്കുന്നു എന്നതിന്റെ പ്രതീകാത്മകമായിട്ടുള്ള സ്വഭാവമാണ് ഈ പ്രസംഗം പ്രധാനമന്ത്രിയുടെ കാണിക്കുന്നത്. As you know, for the last 10 years, under the BJP RSS rule in Delhi, the Constitution of India, the principles of secularism, democracy, federalism, social justice have been under severe attack. കഴിഞ്ഞ 10 വർഷക്കാലമായി BJP RSS ഭരണ സംവിധാനത്തിനിടയിൽ ഇന്ത്യയുടെ പ്രധാനപ്പെട്ട മൂല്യങ്ങൾ ഭരണഘടന, ഫെഡറലിസം, സാമൂഹ്യ നീതി, ജനാധിപത്യം തുടങ്ങിയ പ്രധാനപ്പെട്ട അടിസ്ഥാന തത്വങ്ങളെല്ലാം വലിയ നിലയിൽ കടന്നാക്രമണം നേരിടുകയാണ്. And at the same time, the national and natural resources of India, the wealth of India, is being handed over to the corporates of India by the BJP RSS government. BJP RSS ഗവൺമെന്റ് മാത്രമല്ല, നമ്മുടെ രാജ്യത്തിന്റെ സമ്പത്താകെ തന്നെ എല്ലാ നിലയിലുമുള്ള സമ്പത്ത് കോർപ്പറേറ്റുകൾക്ക് കൈമാറ്റം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അത് അവർക്ക് നൽകിക്കൊണ്ടിരിക്കുകയാണ്. We have always fought capitalism in India. നമ്മൾ മുതലാളിത്തത്തിനെതിരായി ശക്തമായ സമരമാണ് ഈ രാജ്യത്ത് നടത്തിയിട്ടുള്ളത്. But in the last 10 years, there has been such aggressive capitalist profit maximization. 1% of India's rich own 40% of India's wealth. സമാനതകളില്ലാത്ത നിലയിലാണെന്നാൽ മുതലാളിത്തത്തിന്റെ കടന്നുകയറ്റം ഈ സമീപകാലത്തായി ഉണ്ടായിട്ടുള്ളത്. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ, ഇന്ത്യൻ സമ്പത്തിന്റെ ഏതാണ്ട് 40%-വും 1% വരുന്ന സമ്പന്നന്മാരുടെ കൈവശമാണുള്ളത്. During this period, while huge profits have been made, 4 lakh farmers and agricultural workers and rural workers, daily wage workers, 4 lakh have been forced to commit suicide under the Modi regime. മോദി ഭരണത്തിന്റെ കീഴിൽ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ കർഷകർ, കർഷക തൊഴിലാളികൾ, സാധാരണ ജനങ്ങൾ, റൂറൽ മേഖലയിലുള്ള ഗ്രാമീണ പ്രദേശങ്ങളിലെ തൊഴിലാളികളെല്ലാം 4 ലക്ഷത്തോളം പേരാണ്
ആത്മഹത്യയിൽ അഭയം പ്രാപിക്കേണ്ടി വന്നത്. And my dear sisters, you know the huge burden of price rise. In a patriarchal society, price rise means a greater burden for women. പുരുഷാധിപത്യം നിലനിൽക്കുന്ന ഒരു സമൂഹത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് വിലക്കയറ്റം. അടിക്കടി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വിലക്കയറ്റം അത് സ്ത്രീകളെ നല്ല നിലയിൽ ബാധിക്കുകയാണ്. But what is there for women? Price rise, unemployment in the families. Modi talks about Sri Shakti. What is the Sri Shakti? മോഡി എല്ലായ്പ്പോഴും സ്ത്രീ ശക്തിയെ കുറിച്ചാണ് പറയുന്നത്. എല്ലാ നിലയിലും തൊഴിലില്ലായ്മയും വിലക്കയറ്റവും അവ കുടുംബങ്ങളെ ബാധിക്കുകയാണ്. എന്താണ് ഈ സ്ത്രീശക്തി എന്നതുകൊണ്ട് മോദി ഉദ്ദേശിക്കുന്നത്? Not 1 paisa increase in widow pensions. Not 1 paisa increase in the salaries of Anganwadi workers, scheme workers. Unemployment for women has grown. Even reservations today are under severe attack because of privatization. ₹1 പോലും വർധനവ് ഉണ്ടാകുന്നില്ല. അത് അംഗനവാടി വർക്കേഴ്സിന്റെ കാര്യമാണെങ്കിലും അതോടൊപ്പം തന്നെ മറ്റു വിഭാഗങ്ങളിൽപ്പെടുന്നവരുടേതാണെങ്കിലും വരുമാനം യാതൊരു തരത്തിലും 1 പൈസ പോലും വർദ്ധിക്കുന്നില്ല എന്ന് കാണാൻ കഴിയും. റിസർവേഷൻ പോലും വലിയ നിലയിൽ നഷ്ടപ്പെട്ടുകൊണ്ട് ഇരിക്കുകയാണ്. So for women, there has been suffering under the Modi regime. സ്ത്രീകൾ നല്ല നിലയിൽ മോഡി ഭരണകൂടത്തിൽ ഏറെ ബുദ്ധിമുട്ടുകൾ നേരിടുകയാണ്. And to top it all, this party, the Bharatiya Janata Party, the political front of the RSS, has been proven to be the most corrupt party that India has ever seen. ഇന്ത്യ നാളിതുവരെ കണ്ടതിലെ ഏറ്റവും വലിയ അഴിമതി പാർട്ടിയായി RSSന്റെ രാഷ്ട്രീയ രൂപമായ BJP മാറിക്കഴിഞ്ഞിരിക്കുന്നു. You know about the electoral bonds. നിങ്ങൾക്ക് എല്ലാവർക്കും തെരഞ്ഞെടുപ്പ് ബോണ്ടിനെ സംബന്ധിച്ചിടത്തോളം അറിയാം. You take money, but you don't reveal the name of who is giving you money. നിങ്ങൾക്ക് എത്ര പണം വേണം, ബോണ്ട് വേണമെങ്കിലും വാങ്ങാം, പണം നൽകാം. പക്ഷേ ആരാണ് പണം നൽകുന്നത് എന്നതിനെ സംബന്ധിച്ച് ആരും വെളിപ്പെടുത്തേണ്ടതായിട്ടില്ല. You send ED, CBI, IT, you file cases. If they give you money, then the case is finished. EDയും ITയും മറ്റ് അന്വേഷണ ഏജൻസികളുമെല്ലാം നിങ്ങൾക്കെതിരായി കേസുകൾ ഫയൽ ചെയ്യും. പക്ഷേ നിങ്ങൾ ഇലക്ട്രൽ ബോണ്ട് വഴി പണം നൽകിയാൽ ആ കേസുകളെല്ലാം ഇല്ലാതെയാവും. You take money and give the contract. Pardon? Contract. You take the money and give the contract. നിങ്ങൾ പണം കൊടുക്കുക, നിങ്ങൾക്ക് കോൺട്രാക്ട് കരാർ ലഭിക്കും. 8,500 crores quid pro quo between BJP and the crony capitalists and the big capitalists of India. ഇന്ത്യയിലെ മുതലാളിത്തം, ക്യാപിറ്റലിസ്റ്റ്, അതുപോലെ തന്നെ ധനാഢ്യന്മാർ അവർക്കിടയിൽ 8,500 കോടിയുടെ ഇടപാടുകളാണ് പരസ്പര സഹായത്തോടു കൂടി ക്വിഡ് പ്രോ കോ എന്ന നിലയിൽ നടന്നത്. My dear friends, it was only the CPIM, the left parties, the LDF. We have refused to open a bank account for electoral bonds. We said not a single paisa in electoral bonds we will take. That is the principal stand of the CPIM, which is why the Supreme Court accepted our petition and ruled electoral bonds is a corrupt practice and it must be stopped. ഇടതുപക്ഷമാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്, CPIM ആണ് ഈ ബോണ്ട് വേണ്ടതില്ല എന്ന് പ്രഖ്യാപിച്ചു. അത്തരത്തിൽ ₹1 പോലും വാങ്ങില്ല എന്നുള്ള നിലപാടിന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ നിന്നും അംഗീകാരം ലഭിച്ചു. ഒരു പണം പോലും വാങ്ങാത്ത പാർട്ടി CPIM ആണ്, ഇടതുപക്ഷമാണ്. That is why we call the Bharatiya Janata Party the Bharatiya Bond Party of India. അതുകൊണ്ട് നമ്മൾ BJPയെ പറയേണ്ടത് ഭാരതീയ ജനതാ പാർട്ടി എന്നല്ല, ഭാരതീയ ബോണ്ട് പാർട്ടി എന്നാണ്. That is the name of the BJP. അതാണ് BJPയുടെ പേര്. So to defeat the BJP, to defeat the RSS, to save India, to save the Constitution of India, it is essential of every single patriot in India to ensure the defeat of the BJP, the defeat of the RSS. BJPയെ പരാജയപ്പെടുത്താൻ, RSSനെ പരാജയപ്പെടുത്താൻ
ഇന്ത്യൻ ഭരണഘടനയെ സംരക്ഷിക്കാൻ, ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ് BJPയെയും RSSനെയും പരാജയപ്പെടുത്തുക എന്നുള്ളത്. I am proud to be here in Kerala. എനിക്ക് വലിയ അഭിമാനമുണ്ട് കേരളത്തിൽ എത്തുന്നതിന്. All over India we have seen how BJP is buying people, frightening people, breaking parties and gaining more power. മറ്റ് രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും നിങ്ങൾക്ക് കാണാൻ കഴിയും എങ്ങനെയാണ് BJP ആളുകളെ വിലയ്ക്ക് വാങ്ങുന്നത്, എങ്ങനെയാണ് രാഷ്ട്രീയ പാർട്ടികളെ തകർക്കുന്നത്, എങ്ങനെയാണ് അവർ തങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള നിലപാടുകളിലേക്ക് പോകുന്നത്. Here in Kerala, in the last state assembly elections, the LDF, Comrade Pinarayi Vijayan, had given a slogan, close the BJP account. BJP account, Putti. And the people of Kerala implemented that slogan. In Kerala, BJP account, Putti by the LDF and the people of Kerala. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സഖാവ് പിണറായി വിജയൻ ഒരു മുദ്രാവാക്യം ഉയർത്തി. അത് BJPയുടെ അക്കൗണ്ട് പൂട്ടുക എന്നായിരുന്നു. കേരളത്തിൽ നമ്മൾ BJPയുടെ അക്കൗണ്ട് പൂട്ടി. നമ്മളെല്ലാവരും ചേർന്ന് BJPയുടെ അക്കൗണ്ട് പൂർണ്ണമായും പൂട്ടുകയാണ് ചെയ്തത്. പിണറായി വിജയന്റെ ആ മുദ്രാവാക്യം നമ്മൾ സാക്ഷാത്കരിക്കുകയാണ് ചെയ്തത്. And in these Lok Sabha elections also, my dear friends, Kerala will once again be an example for the whole of India. This time also, in the Lok Sabha elections in Kerala, BJP account will be Putti because of the fight of the LDF. LDFന്റെ ശക്തമായ രാഷ്ട്രീയ നിലപാട് കൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിലും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും BJPയുടെ അക്കൗണ്ട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പൂട്ടിയതുപോലെ തന്നെ പൂട്ടും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. It is because of the Kerala model. It is because of the LDF's model. Increase pension, strengthen Maveli stores, increase the salaries of scheme workers, provide jobs to people. The schemes of the Kerala government which were so successful, the secular stand of the Kerala government, no CAA in Kerala. The first government which gave that slogan in India was the Kerala government. The Kerala government, which is strong on secularism, communal harmony, which is why the BJP is targeting the Kerala government. കേരളം വ്യത്യസ്തമായി നിൽക്കുകയാണ്. CAA നടപ്പാക്കില്ല എന്ന് പറഞ്ഞ ആദ്യത്തെ സർക്കാർ കേരളത്തിലെ സർക്കാരാണ്. കേരളത്തിന്റെ നയപരിപാടികൾ കൊണ്ടാണ് BJPയും RSSും കേരളത്തെ കടന്നാക്രമിക്കുന്നത്. സ്കീം തൊഴിലാളികൾ, കുടുംബശ്രീ തൊഴിലാളികൾ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, ക്ഷേമ പെൻഷനുകൾ, മറ്റ് ഏതെല്ലാം നിലയിലുള്ള പെൻഷനുകളുണ്ടോ അത്തരം പെൻഷനുകളെല്ലാം ഉറപ്പാക്കാൻ കഴിയുന്നത് ഇടതുപക്ഷത്തിന്റെ നയം കൊണ്ടാണ്. അക്കാരണം കൊണ്ട് തന്നെയാണ് BJPയും RSSും ഇടതുപക്ഷ പ്രസ്ഥാനത്തെയും സർക്കാരിനെയും ഏറെ കടന്നാക്രമിക്കുന്നത്. They stopped the funds to Kerala. They stopped the funds to Kerala. കേരളത്തിനുള്ള ഫണ്ടുകൾ അവർ നിർത്തി. For 1 year, Kerala has suffered because the constitutional and legal right to have a share of the resources of the revenue of taxes, that right has been stopped for Kerala. കേരളത്തിന്റെ ആ അവകാശം നഷ്ടപ്പെടുത്തുന്നതിന് വേണ്ടി പണം സ്റ്റോപ്പ് ചെയ്തു. എന്നാൽ ഒരു വർഷക്കാലത്തോളം കേരളം ബുദ്ധിമുട്ടി. നിയമപരമായും ഭരണഘടനാപരവുമായിട്ടുള്ള എല്ലാ നിലയിലുമുള്ള പോരാട്ടങ്ങൾ അതിനായിട്ട് സംഘടിപ്പിക്കേണ്ടി വന്നു. Those resources, that money is not the money of the father of the BJP government in Delhi. ഈ പണം എന്ന് പറയുന്നത് BJP ഗവൺമെന്റിന്റെ അച്ഛന്റെ പണമല്ല, കേരളത്തിന്റെ പണമാണ്. അച്ഛന പണമില്ല. അച്ഛന്റെ പണമല്ല. It is a Kerala government's money. ഇത് കേരള ഗവൺമെന്റിന്റെ സർക്കാരിന്റെ പണമാണ്. It is your money. ഇത് നിങ്ങളുടെ പണമാണ്. It is your pension money. ഇത് നിങ്ങളുടെ പെൻഷൻ It പണമാണ്. is your salary money. ഇത് നിങ്ങളുടെ സാലറിയാണ്. It is the Maveli store money. ഇത് മാവേലി സ്റ്റോറിനുള്ള പണമാണ്. അച്ഛൻ പണമില്ല. അച്ഛന്റെ പണമല്ല. And that is why the government of Kerala went to the Supreme Court
അതുകൊണ്ടാണ് കേരളത്തിലെ സർക്കാർ സുപ്രീം കോടതിയിലേക്ക് പോയത്. In the first hearing of the Supreme Court, some interim relief was given. ആദ്യത്തെ വാദത്തിനിടയിൽ തന്നെ ഒരു ഇടക്കാല ഉത്തരവ് And some of the backlog of arrears for the pension etc. was paid. മുൻപ് കുടിശ്ശിക ഉണ്ടായിരുന്ന കുറെ അധികം പണം നമുക്ക് അതുകൊണ്ട് തന്നെ ലഭിച്ചു. Still some is left. ഇനിയും കിട്ടാനുണ്ട് പണം. The Kerala government is determined. The case is still in the court. But we are confident. But we will get that money which BJP has snatched from us and bring it back for the people of Kerala. കേരളം നിശ്ചയദാർഢ്യത്തോടു കൂടിയാണ് പോകുന്നത്. ഈ കേസ് ഇപ്പോഴും നിലനിൽക്കുകയാണ്. ആ പണം നമ്മൾ സമാഹരിക്കും. അത് അർഹരായിട്ടുള്ള ആളുകളിലേക്ക് തന്നെ എത്തിക്കും എന്ന നിശ്ചയദാർഢ്യത്തോടെയാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത്. We know how you have suffered because of that. അതുകൊണ്ട് നിങ്ങൾ എങ്ങനെയാണ് ബുദ്ധിമുട്ടിയത് എന്ന് എനിക്കറിയാം. We know the troubles which are caused because of that. അതുകൊണ്ട് ഏതെല്ലാം തരത്തിലുള്ള ബുദ്ധിമുട്ടുകളാണ് ഉണ്ടതെന്ന് ഞങ്ങൾക്ക് അറിയാം. That is why the Kerala government, never before in the history of India, my dear friends, for the first time a government goes to Delhi to sit on dharna. The chief minister, the ministers, the MLAs, they all went to Delhi to sit on dharna for the rights of Kerala, for the rights of the federal character of the Constitution of India. അതുകൊണ്ടാണ് ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു സർക്കാരിനൊന്നാകെ ഡൽഹിയിലേക്ക് പോകേണ്ടി വന്നത്. മുഖ്യമന്ത്രിക്കും ജനപ്രതിനിധികൾക്കും ഡൽഹിയിൽ സത്യാഗ്രഹം ഇരിക്കേണ്ടി, ധർണ ഇരിക്കേണ്ടതായി വന്നത്. We got so much support. Delhi Chief Minister, Punjab Chief Minister, Tamil Nadu Chief Minister, Jharkhand Chief Minister, MPs from Kashmir, MPs from UP, MPs from Bihar, they all came to the dharna or sent messages in support of the dharna of the Kerala LDF government. കേരളത്തിലെ LDF സർക്കാർ ഡൽഹിയിൽ നടത്തിയ ധർണയ്ക്ക് വലിയ പിന്തുണയാണ് ലഭിച്ചത്. ജാർഖണ്ഡിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും രാജസ്ഥാനിൽ നിന്നും എല്ലാം ധാരാളം നേതാക്കൾ വന്നു. നിരവധി മുഖ്യമന്ത്രിമാർ ആ വേദിയിലേക്ക് ഒഴുകിയെത്തി. ധാരാളം MPമാരും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവരും ആ സമരത്തിന് പിന്തുണയുമായി എത്തിച്ചേർന്നു. ധാരാളം പേർ സന്ദേശങ്ങൾ അയക്കുകയും ചെയ്തു. Everybody came. എല്ലാവരും വന്നു. But some did not come. പക്ഷെ ചിലർ മാത്രം വന്നില്ല. Who did not come? ആരാണ് വരാതിരുന്നത്? Who was Kananilla? ആരെയാണ് കാണാനില്ലാതെ പോയത്? All the UDF MPs you sent to Delhi. നിങ്ങൾ ഡൽഹിയിലേക്ക് പറഞ്ഞു വിട്ട ആ MPമാരെ, UDF MPമാരെയാണ് കാണാതെ പോയത്. A dharna, chief minister, ministers, MLAs sitting on dharna. And where were the UDF MLAs? Where was Mr. Anto, 3-time MP? Where were the MPs of the UDF? അവിടെ മുഖ്യമന്ത്രിയും MLAമാരും ഇടതുപക്ഷ നേതാക്കളുമെല്ലാം ധർണയിരുന്ന ആ സമരത്തിൽ നിങ്ങൾ എവിടെയായിരുന്നു? 3 തവണ തിരഞ്ഞെടുക്കപ്പെട്ട UDFന്റെ ഇവിടെ പ്രതിനിധീകരിക്കുന്ന MP ആന്റോ അടക്കം എവിടെയായിരുന്നു? ഈ സമരത്തിലേക്ക് എത്താതെ അവർ എവിടെയായിരുന്നു? Sitting in the parliament canteen drinking chaya. നിങ്ങൾക്ക് മനസ്സിലായി, പാർലമെന്റിലെ ക്യാൻറ്റീനിൽ ഇരുന്ന് ചായ കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. Podi pollum illa. Kandu pidikan. പൊടി പോലും ഇല്ലെന്ന് കണ്ടുപിടിക്കാൻ. Podi pollum illa kandu pidikan. പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാൻ. That is it. That is the UDF. അതാണ് UDF. You sent them to Delhi. Why? എന്തിനാണ് നിങ്ങൾ അവരെ ഡൽഹിയിലേക്ക് വിട്ടത്? You sent them to fight for Kerala against BJP RSS. BJPയെയും RSSനെയും കേന്ദ്രത്തിനും എതിരായി ശക്തമായ സമരം നയിക്കാനാണ് നിങ്ങൾ ഡൽഹിയിലേക്ക് അവരെ പറഞ്ഞയച്ചത്. Instead of fighting for Kerala, they brought resolutions against Kerala. അവരെ കേരളത്തിന് വേണ്ടി അവിടേക്ക് ഡൽഹിയിലേക്ക് പറഞ്ഞു വിട്ടെങ്കിൽ അവർ കേരളത്തിനെതിരായ പ്രമേയങ്ങൾ പാസാക്കാനാണ് നിന്നത്. That is why we call Congress party from Kerala ideologically confused party of Kerala. അതുകൊണ്ടാണ് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയെ നമ്മൾ പ്രത്യയശാസ്ത്രപരമായ കൺഫ്യൂഷൻ ഉള്ള പാർട്ടി എന്ന് വിളിക്കുന്നത്, ആശയക്കുഴപ്പമുള്ള പാർട്ടി. ആശയക്കുഴപ്പം party. There is an ആശയക്കുഴപ്പം party. ഇതൊരു ആശയക്കുഴപ്പമുള്ള പാർട്ടിയാണ്. And because it is an ആശയക്കുഴപ്പം party, because it is ആശയക്കുഴപ്പം party, one after another the Asya Kurupam is leaving the party.
ആശയക്കുഴപ്പമുള്ള പാർട്ടി ആയതുകൊണ്ട് തന്നെ ഒന്നിനു പുറകെ ഒന്നായ ആളുകൾ ആശയക്കുഴപ്പം വിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. You know, in Indian politics now, there is a new feature in Indian politics. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു പുതിയ പ്രതിഭാസം ഉയർന്നിരിക്കുന്നു. That is defectors in politics, defectors. കൂറുമാറ്റക്കാർ, രാഷ്ട്രീയത്തിലെ കൂറുമാറ്റക്കാരുടെ സംസ്കാരമാണത്. That is like tabla. You know tabla? No. അവളെ അറിയാമോ? You don't know tabla? അവളെ അറിയില്ലേ? Tabla does not walk, na. Tabla jumps. തവള നടക്കില്ല, അറിയില്ലേ? അത് ചാടുകയാണ് ചെയ്യുന്നത്. Ha, tabla chadiya pole. തവള ചാടിയ പോലെ. Now I tell you, on April 5th, a list of BJP MP candidates, 417 names of BJP candidates was published in the papers. ഏപ്രിൽ 5-ാം തീയതി പത്രങ്ങളിൽ ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ പട്ടിക, BJP സ്ഥാനാർത്ഥികളുടെ പട്ടിക, 417 പേരുടെ പട്ടിക പ്രസിദ്ധീകരിച്ചിരുന്നു. Of those 417 names, 28% were of the Tavala brand. ഈ 417-ൽ 28% എന്ന് പറയുന്നത് ഈ നേരത്തെ പറഞ്ഞ തവള ബ്രാൻഡിൽ പെടുന്ന ആളുകളായിരുന്നു. And among the 28% Tavala brand, the largest number of Tavalas belong to the Congress party. ഈ തവള ബ്രാൻഡിലെ 28% വരുന്ന തവള ബ്രാൻഡിൽ പെടുന്ന ആളുകളിൽ ഏറ്റവും കൂടുതൽ തവളകൾ കോൺഗ്രസ് തവളകളായിരുന്നു. You go to any state. നിങ്ങൾ ഏത് സംസ്ഥാനത്തേക്കും പോയി നോക്കൂ. Oh, don't go to any state. You look at Kerala itself. വേറെ എങ്ങും പോകേണ്ട കാര്യമില്ല, കേരളത്തിൽ തന്നെ നോക്കൂ. We heard that in Wayanad itself, വയനാട്ടിൽ പോലും, where Mr. Rahul Gandhi is the candidate, എവിടെയാണോ രാഹുൽ ഗാന്ധി കാൻഡിഡേറ്റ് ആയിട്ടുള്ളത് ആ വയനാട്ടിൽ പോലും the district secretary of the Congress committee, Tavala to BJP. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ സെക്രട്ടറി തവളച്ചാട്ടത്തിലൂടെ BJPയിലേക്ക് പോയി. In Trivandrum we heard a big youth Congress leader. He left the Congress party and made a statement. Shashi Tharoor is going to join the BJP. തിരുവനന്തപുരത്ത് മറ്റൊരു കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് നേതാവ് BJPയിലേക്ക് പോയി. അദ്ദേഹം ഒരു കാര്യം കൂടി പറഞ്ഞു, ശശി തരൂറും BJPയിലേക്ക് പോകാൻ പോവുകയാണ്. We don't have that news. ഞങ്ങൾക്ക് ആ ന്യൂസിന്റെ യാഥാർത്ഥ്യത്തെ കുറിച്ചൊന്നും അറിയില്ല. We are not saying it. ഞങ്ങളത് പറയുന്നുമില്ല. That is the youth Congress leader saying it and then becoming a Tavala. അത് യൂത്ത് കോൺഗ്രസ് നേതാവാണ് പറയുന്നത്, അതിനുശേഷം അയാൾ നേരത്തെ സൂചിപ്പിച്ച തവളയായി മാറുകയും ചെയ്തു. Why is this happening? എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? Without an ideological fight, ഒരു പ്രത്യയശാസ്ത്രപരമായ without പോരാട്ടമില്ല, a political fight, രാഷ്ട്രീയമായ പോരാട്ടമില്ല, without policy and practice against BJP RSS. BJPക്കും RSSനും എതിരായിട്ടുള്ള നയപരിപാടികളില്ലാതെ You cannot fight the BJP RSS. നിങ്ങൾക്ക് BJPയെയും RSSനെയും എതിരായി പോരാട്ടം നടത്താൻ കഴിയില്ല. You need sacrifice to fight. നിങ്ങൾ ത്യാഗോജ്ജലമായ പ്രവർത്തനം നടക്കണം. But the Congress party at every level, കോൺഗ്രസ് പാർട്ടി എല്ലാ നിലയിലും, at every level we are seeing the weakened Congress party in the fight against BJP RSS. BJPയുടെയും RSSനും എതിരായിട്ടുള്ള പോരാട്ടത്തിൽ എല്ലാ നിലയിലും വളരെ ദുർബലമായ കോൺഗ്രസിനെയാണ് നമുക്ക് What കാണാൻ is the കഴിയുന്നത്. message which is being given? എന്ത് സന്ദേശമാണ് ഇത്തരത്തിൽ We have നൽകിക്കൊടുക്കുന്നത്? fought India. We have formed India at the national level. നമ്മൾ ഇന്ത്യ ഫോം ചെയ്തു, ദേശീയ തലത്തിൽ നമ്മൾ ഇന്ത്യ ഉണ്ടാക്കി. Our main slogan is defeat BJP RSS. നമ്മുടെ പ്രധാനപ്പെട്ട മുദ്രാവാക്യം BJPയെയും RSSനെയും പരാജയപ്പെടുത്തുക We എന്നതാണ്. want alternative policies. നമ്മൾ ബദൽ മാർഗങ്ങളാണ്, നയങ്ങളാണ് മുന്നോട്ട് വെക്കുന്നത്. But the BJP RSS, seeing this India platform, they are looking for the weakest link. എന്നാൽ ഈ നയങ്ങളെ കാണുന്ന BJPയും RSSും ഏറ്റവും ദുർബലമായിട്ടുള്ള കണ്ണികളെയാണ് നോക്കുന്നത്. To break the India platform, they arrested Arvind Kejriwal. They arrested Hemant Soren. ഇന്ത്യൻ പ്ലാറ്റ്ഫോമിനെ തകർക്കുന്നതിന് വേണ്ടി ഹേമന്ത് സോറനെയും കെജ്രിവാളിനെയും അവർ അറസ്റ്റ് ചെയ്തു. We had a joint meeting in Delhi in which all the parties were there.
a resolution was passed condemning the arrest of Arvind Kejriwal, the arrest of Hemant Soren. That resolution said to BJP, the use of ED as an agent of the BJP is highly illegal and condemnable. We all condemn the use of ED against opposition leaders. ഡൽഹിയിൽ നടത്തിയിട്ടുള്ള ആ സമരത്തിൽ വലിയ ശക്തമായിട്ടുള്ള പ്രമേയങ്ങൾ നമ്മൾ പാസാക്കി. പ്രതിപക്ഷ നേതാക്കൾക്കെതിരായിട്ടുള്ള ഇഡിയുടെയും മറ്റും നിലപാടുകൾക്കെതിരെ ശക്തമായ പ്രമേയം പാസാക്കിയെന്ന് മാത്രമല്ല, അത്തരത്തിലുള്ള നടപടികളെ അതിരൂക്ഷമായ ശക്തമായ ഭാഷയിൽ വിമർശിക്കുകയും ചെയ്തു. But what happened after that resolution was passed? ആ റെസൊല്യൂഷൻ എടുത്തതിന് ശേഷം, ആ പ്രമേയം എടുത്തതിന് ശേഷം എന്താണ് സംഭവിച്ചത്? In Kerala, Mr. Rahul Gandhi came. കേരളത്തിൽ രാഹുൽ ഗാന്ധി ഇറങ്ങി. What did he do? എന്താ അദ്ദേഹം ചെയ്തത്? He demanded the arrest of Pinarayi Vijayan, അദ്ദേഹം പിണറായി വിജയന്റെ അറസ്റ്റാണ് the ആവശ്യപ്പെട്ടത്. leading opposition figure against BJP RSS. RSSനും BJPക്കും എതിരായിട്ട് നേതൃത്വപരമായ പങ്ക് വഹിക്കുന്ന ഒരു പ്രതിപക്ഷം. Why did he ask for his arrest? എന്തിനാണ് അദ്ദേഹം പിണറായി വിജയന്റെ അറസ്റ്റ് ആവശ്യപ്പെട്ടത്? Because he could not answer the question raised by Pinarayi Vijayan, why CAA is not in the Congress manifesto, why the Congress is surrendering to the BJP RSS, why the Congress in Parliament is not fighting for the rights of Kerala. You cannot answer the question. You come to Kerala and demand the arrest of Pinarayi Vijayan. My dear friends, we don't care what these people say, but we care that this is weakening the fight against the BJP RSS. And people of Kerala will no doubt give a fitting reply to those who demand the arrest of the foremost fighter against BJP RSS. എന്തിനാണ് രാഹുൽ ഗാന്ധി പിണറായി വിജയന്റെ അറസ്റ്റ് ആവശ്യപ്പെടുന്നത്? പിണറായി വിജയന്റെ അറസ്റ്റ് ആവശ്യപ്പെടുന്നതിന് കാരണം അദ്ദേഹം ഉയർത്തുന്ന ചോദ്യങ്ങളാണ്. എന്തുകൊണ്ടാണ് CAA നിങ്ങളുടെ മാനിഫെസ്റ്റോയിൽ, നിങ്ങളുടെ പ്രകടന പത്രികയിൽ ഇല്ലാത്തത് എന്ന ചോദ്യം. പാർലമെന്റിൽ കേരളത്തിന്റെ താല്പര്യങ്ങളെ സംബന്ധിച്ചിടത്തുള്ള മുദ്രാവാക്യങ്ങൾ ഉയർത്തുന്നതിന്റെ പേരിൽ. എന്നാൽ ഞങ്ങൾ ഇതിനെ ഒന്നും ശ്രദ്ധിക്കുന്നില്ല. ഞങ്ങൾ തീർച്ചയായും ഇതിനെതിരായ ശക്തമായ പോരാട്ടവുമായി മുന്നോട്ട് തന്നെ പോകും. ഇത്തരത്തിൽ ഏതു നിലയിലും RSSനെയും BJPയെയും എതിർക്കുന്ന നിലപാടുകളുമായി തന്നെ മുന്നോട്ട് പോകും. You said we don't care what they say. Yes, I have already said. Very good. We don't care. But people of Kerala will give the answer on 26th April. We are sure about it. ഞങ്ങൾ ഇതിനെക്കുറിച്ചൊന്നും ശ്രദ്ധിക്കുന്നില്ല. പക്ഷേ കേരളത്തിലെ ജനങ്ങൾ ശക്തമായ വ്യക്തമായ മറുപടി ഈ കാര്യത്തിന് 26-ാം തീയതി നൽകും. My dear friends, in this constituency, you have on the one side an MP who has been an MP for 3 terms and done nothing for you. On the other side, you have an MP candidate who has minister in Kerala, who has an MLA in Kerala, has been responsible for some of the best development initiatives of the LDF. ഒരു ഭാഗത്ത് 3 തവണ വിജയിച്ചു വരികയും നമുക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിയാതെ പോവുകയും ചെയ്ത ഒരു MP, മറുഭാഗത്ത് MLAയും മന്ത്രിയുമെല്ലാമായി ഇരുന്ന് വളരെ നന്നായി ഈ നാടിൻ്റെ ഒരു കേരളത്തിൻ്റെ മഹത്തായ മോഡലുകൾ സൃഷ്ടിച്ചെടുക്കുന്നതിന് വേണ്ടി നിലനിൽക്കുന്ന മറ്റൊരു സ്ഥാനാർത്ഥി. One of the greatest contributions has been the most important initiative on Kudumbashree. എന്താണ് കുടുംബശ്രീയുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഇനിഷ്യേറ്റീവ് എന്ന് അറിയാമല്ലോ? And that was created by Comrade Thomas Isaac. അത് സൃഷ്ടിച്ചത് തന്നെ സഖാവ് തോമസ് ഐസക്കാണ്. He did a tremendous job in building the Kudumbashree. കുടുംബശ്രീ പ്രസ്ഥാനത്തെ നിർമ്മിച്ചെടുക്കുന്നതിൽ വലിയ നിലയിലുള്ള ശ്രമങ്ങളാണ് നമ്മൾ But നടത്തിയത്. remember, the Congress has always been opposed to Kudumbashree. എന്നാൽ എല്ലാ കാലത്തും അതിനെ തകർക്കാനാണ് കോൺഗ്രസ് തയ്യാറായത്. In Delhi, the BJP RSS government is trying to break the self-help group movement of women and forcing them to shift their bank accounts from the public sector to the private sector.
ഡൽഹിയിൽ ഇത്തരത്തിലുള്ള സ്വയം സഹായ സംഘങ്ങളെ ആകെ തന്നെ തകർക്കുന്നതിനും അവരുടെ അക്കൗണ്ടുകൾ സ്വകാര്യ ബാങ്കുകളിലേക്ക് എത്തിക്കുന്നതിനും വേണ്ടിയുള്ള ശ്രമമാണ് BJP ഡൽഹിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. This will badly affect the Kudumbashree also. ഇത് വലിയ നിലയിൽ കുടുംബശ്രീയെയും ബാധിക്കാൻ വേണ്ടി പോവുകയാണ്. Your UDF MP who was in Delhi, did he utter a word in support of Kudumbashree? ഡൽഹിയിൽ ഉണ്ടായിരുന്ന നിങ്ങളുടെ MP ഏതെങ്കിലും ഒരു വാക്കെങ്കിലും കുടുംബശ്രീയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഉച്ചരിച്ചിരുന്നോ? My dear friends, this area is an area of rubber plantations. ഈ പ്രദേശം എന്ന് പറയുന്നത് റബ്ബർ പ്ലാന്റേഷന്റെ ഒരു പ്രദേശമാണ് How പ്രിയപ്പെട്ടവരെ. much the rubber farmers have suffered. എത്രത്തോളം റബ്ബർ കൃഷിക്കാർ ഏറെ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. The prices have crashed. അതിന്റെ റബ്ബറിന്റെ വില നന്നായി ഇടിഞ്ഞു താണു. All over the country, farmers have been on struggle. രാജ്യത്താകെ തന്നെ കർഷകർ സമരമുഖത്താണ്. Our Kisan Sabha has organized the rubber farmers. നമ്മുടെ കിസാൻ സഭ ഒരു റബ്ബർ കർഷകരുടെ സമരം സംഘടിപ്പിച്ചിരുന്നു. The LDF has ensured 180 minimum price. LDF കൂടുതൽ തുക ഉറപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തി. We know that is not enough. അത് പൂർണ്ണമല്ല എന്ന് ഞങ്ങൾക്കറിയാം. We know that the international prices are higher. അന്താരാഷ്ട്ര നിലവാരത്തിൽ അതിന്റെ വില വളരെ വലുതാണ് എന്ന് അറിയാം. But our farmers are suffering. പക്ഷേ നമ്മുടെ കർഷകർ പ്രയാസപ്പെടുകയാണ്, ബുദ്ധിമുട്ടുകയാണ്. The big tire factories, the big tire owners have formed a cartel to keep the prices of rubber down in India. ഇന്ത്യയിൽ വലിയ ടയർ കമ്പനികൾ നമ്മുടെ നാട്ടിലെ റബ്ബറിന്റെ വില കുറയ്ക്കുന്നതിന് വേണ്ടി പരസ്പര സഹായത്തോടു കൂടിയുള്ള സമീപനങ്ങൾ Who സ്വീകരിക്കുക. are these tire companies? ആരാണ് ഈ ടയർ കമ്പനികൾ? My dear friends, if you look at the list of electoral bonds, these tire companies have given money to both the BJP and the Congress. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾ ഇലക്ട്രൽ ബോണ്ടിന്റെ പരിശോധന നടത്തിയാൽ ഈ കമ്പനികളാണ് BJPക്കും കോൺഗ്രസിനും ഇലക്ട്രൽ ബോണ്ട് നൽകിയത് എന്ന് കാണാൻ വേണ്ടി കഴിയും. We heard that in Amit Shah's election affidavit, he has shown in all the companies that he has invested in, one of the investments is in a big rubber company based here in Kerala. അമിത്ഷാ തിരഞ്ഞെടുപ്പിന് പത്രികയോടൊപ്പം നൽകിയിട്ടുള്ള സത്യവാങ്മൂലത്തിൽ നിരവധിയായ കമ്പനികളിൽ ഓഹരികളുണ്ട് എന്ന് പറഞ്ഞുവെങ്കിലും അതിൽ ഒന്ന് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഒരു റബ്ബർ കമ്പനിയിലെ ഓഹരിയാണ്. This is the reality. Those who take money from the companies, those who have taken electoral bond from these companies, can you ever expect them to fight for you, the rubber farmers of Kerala? ഇത്തരം കമ്പനികളിൽ നിന്ന് ഇലക്ട്രൽ ബോണ്ട് വാങ്ങിച്ചിരിക്കുന്ന ഈ രാഷ്ട്രീയ പാർട്ടികൾ നിങ്ങൾക്ക് വേണ്ടി പോരാട്ടം നടത്തും എന്ന് പറയാൻ വേണ്ടി കഴിയുമോ? നിങ്ങൾ അങ്ങനെ പ്രതീക്ഷിക്കുന്നുണ്ടോ? And that is why your MP was silent in Delhi. അതുകൊണ്ടാണ് നിങ്ങളുടെ MP ഡൽഹിയിൽ മൗനിയായി ഇരുന്നത്. Not only on that, what about the wildlife human conflict which is happening here, which is happening in Idukki, which is happening in Wayanad and many parts? When I was driving here, I was told that in one village only a few weeks ago a farmer was killed by a wild elephant. ഇത് മാത്രമല്ല, അനിമൽ മാൻ കോൺഫ്ലിക്റ്റ്, വന്യജീവികളും മനുഷ്യരും തമ്മിലുള്ള പ്രശ്നങ്ങൾ കൂടുതൽ രൂക്ഷമായി വരികയാണ്. ഞാനിപ്പോ അത്തരമുള്ള പ്രദേശത്തു കൂടിയാണ് കടന്നു വന്നത്. അവിടെ ഒരു വില്ലേജിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ മാത്രമാണ് ഒരു കർഷകൻ കൊല്ലപ്പെട്ട വിവരം എന്നോട് പറഞ്ഞത്. Communist Thomas Isaac understands these issues. ഡോക്ടർ തോമസ് ഐസക് ഈ വിഷയങ്ങളെല്ലാം നന്നായി മനസ്സിലാക്കുന്ന വ്യക്തിയാണ്. He will fight for you there in Parliament. നിങ്ങൾക്ക് വേണ്ടി അദ്ദേഹം പാർലമെന്റിൽ പോരാട്ടം നടത്തും. For many reasons, your UDF MP has got Fevicol on his mouth. നിങ്ങളുടെ MPI അദ്ദേഹത്തിന്റെ ചുണ്ടിൽ ഫെവിക്കോൾ ഒട്ടിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. Fevicol ഇല്ല, പശയാണ്. Pasha. UDF special made UDF Pasha. UDF പ്രത്യേകമായി ഉണ്ടാക്കിയിട്ടുള്ള പശയാണ് അദ്ദേഹത്തിന്റെ ചുണ്ടിൽ. Your MP UDF Pasha. നിങ്ങളുടെ MPയുടെ UDFന്റെ പശയാണ് ചുണ്ടിലുള്ളത്. But Thomas Isaac will fight for you. പക്ഷേ തോമസ് ഐസക് നിങ്ങൾക്ക് വേണ്ടി പോരാട്ടം സംഘടിപ്പിക്കും. He will fight for you. He will fight for the rubber farmers. He will fight for Kudumbashree. Here for this Patanamthitta,
He has got a plan for development. You know, when I was traveling, all the good roads that we see here, many of those roads were built when Comrade Thomas Isaac was the finance minister of Kerala. Those are the funds which he gave for the development of all these areas. അദ്ദേഹം നിങ്ങൾക്ക് വേണ്ടി പാർലമെന്റിൽ പോരാട്ടം സംഘടിപ്പിക്കും. ഇന്ന് നമ്മുടെ നാട്ടിൽ കാണുന്ന പ്രധാനപ്പെട്ട റോഡുകളെല്ലാം അദ്ദേഹം നൽകിയ ഭാവനാസമ്പന്നമായിട്ടുള്ള പണം നൽകിക്കൊണ്ട് ആണ് അതെല്ലാം പൂർത്തീകരിക്കാൻ വേണ്ടി കഴിഞ്ഞത്. അദ്ദേഹം നിങ്ങൾക്ക് വേണ്ടി പോരാട്ടം സംഘടിപ്പിക്കും, കുടുംബശ്രീക്ക് വേണ്ടി പോരാട്ടം സംഘടിപ്പിക്കും, മറ്റ് അവസ്ഥ അനുഭവിക്കുന്ന വിഭാഗങ്ങൾക്ക് വേണ്ടിയെല്ലാം പോരാട്ടം സംഘടിപ്പിക്കും. I always mispronounce the name of the constituency. പത്തനംതിട്ട. Pathanamthitta. Pathanamthitta needs Dr. Thomas Isaac. Kerala needs Dr. Thomas Isaac. The Parliament of India needs Dr. Thomas Isaac to protect secularism in the Constitution, to protect the interests of Kerala, and to help the development and protect the interests of the people of this constituency. There are only 3 days left for the elections, Saghakale. In these 3 days, it is up to you to ensure the widest number of people in this constituency vote for the LDF, vote for Isaac, vote for the development of this constituency. I thank you very much. Inqilab Zindabad, LDF Zindabad, Comrade Thomas Isaac Zindabad. പത്തനംതിട്ടയ്ക്ക് തോമസ് ഐസക്കിനെ ആവശ്യമുണ്ട്, കേരളത്തിന് തോമസ് ഐസക്കിനെ ആവശ്യമുണ്ട്. പാർലമെന്റിൽ ഇന്ത്യൻ ജനാധിപത്യത്തിനെയും മതനിരപേക്ഷതയെയും കേരളത്തിന്റെ വികസനത്തിനെയും എല്ലാം സംരക്ഷിക്കാൻ തോമസ് ഐസക് ആവശ്യമുണ്ട്. ഏതാനും 3 ദിവസങ്ങൾ കൂടി കഴിയുമ്പോൾ നിങ്ങൾ തിരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. ഈ തിരഞ്ഞെടുപ്പിൽ ഡോക്ടർ തോമസ് ഐസക്കിനെ വിജയിപ്പിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. സമ്മേളനത്തിന് കൃതജ്ഞത രേഖപ്പെടുത്താൻ ഏറ്റവും പ്രിയങ്കരനായ പാർട്ടി ഏരിയ കമ്മിറ്റി അംഗം ലിഫ് നേതാവുമായിട്ടുള്ള പി എ പ്രമോദനെ ക്ഷണിക്കുന്നു.